ബോസ് സീസൺ 7 മലയാളത്തിനകത്ത് ഒരുപാട് ഹേറ്റേഴ്സ് ഉള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് അനുമോൾ അല്ലേ. പക്ഷെ ഇന്നത്തെ ഒരു ദിവസം അനുമോൾ തൂക്കി എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. കാര്യം ലൈവ് കണ്ടവർക്കറിയാം, രാവിലെ തുടങ്ങി ഫുൾ ടൈം അനുമോളുടെ ഷോ തന്നെയാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും അവിടെയുള്ള മറ്റു മത്സരാർത്ഥികളൊക്കെ ഇത് ഭയങ്കരമായിട്ട് കുശുമ്പൊക്കെ ആയിട്ട് ബിന്നിനൊന്നും പറയണ്ട, ബിന്നിയുടെ ഫേസ് കണ്ടാൽ അറിയാങ്ങിരുന്ന് ഉരുകിക്കൊണ്ടിരിക്കണമെന്ന് തന്നെ വേണമെങ്കിൽ പറയില്ല. അത്രത്തോളം ഒരു, അതായത് അവിടെയുള്ള മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പോലും ഒരുപാട് അധികം ഇഷ്ടമല്ലാത്ത ഒരാൾ തന്നെയാണ് ഈ പറയുന്ന അനുമോൾ. കാര്യം അനുമോളുടെ പ്ലാൻസും അവരുടെ കളികളും എല്ലാം അത്തരത്തിൽ തന്നെയാണ്. അത് മാത്രമല്ല ഈ കാണുന്ന ഓഡിയൻസിലാണെന്നുണ്ടെങ്കിലും അനുമോളുടെ ഡ്രാമയൊന്നും ഒരുപാട് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. പക്ഷെ ഇത് കംപ്ലീറ്റ് ഒരു ഗെയിമാണ്, അത് അവരുടെ പ്ലാനിങ് ആണ്, അതെല്ലാമാണ്. അപ്പൊ അതിന് ഇഷ്ടപ്പെടാത്തവരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ പുറത്തുറപ്പായിട്ടും ഉണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം കാര്യം, രാവിലെ തന്നെ ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കിച്ചണിൽ നിന്ന് ഓൾറെഡി അനുമോളുടെ അടുത്ത് മാറ്റിയത് നമ്മളിപ്പോ എന്തായാലും പ്രേക്ഷകരുടെ പിന്തുണ പ്രകാരം സ്പെഷ്യൽ ആയിട്ട് കുക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുന്ന അനുമോൾക്കാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ വോട്ട് ചെയ്തിരിക്കുന്ന അനുമോൾക്ക് വേണ്ടിയാണ്. അപ്പൊ ഇത് കേട്ടപ്പോൾ തന്നെ ബിന്നിയുടെയൊക്കെ ഫേസ് ശരിക്കും വാടിയിട്ടുണ്ട്. അതായത് പുറത്തുനിന്നുള്ള ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അനുമോൾക്ക് എന്ന് പറയുന്ന ആർക്കും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരുപാട് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. പിന്നെ അതുമാത്രമല്ല അതിന് പുറമെ ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജിസൈലിന് കിട്ടിയ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാലും അവിടെയുള്ള ആരെങ്കിലും അനുകരിക്കുക, അതായത് അവരിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അനുകരിക്കുക എന്നുള്ള ഇതിലൊരു ചലഞ്ച് ജിസൈലിന് കിട്ടിയപ്പോൾ ജിസൈൽ തിരഞ്ഞെടുത്ത അനുമോളെയാണ്. അപ്പൊ അനുമോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അനുകരിക്കുക, അതുപോലത്തെ രീതിയിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ആയിട്ട് ഇന്ന് ഫുൾ ടൈം അനുമോൾ ഭയങ്കര ചാർജ് ആയിരുന്നു. അപ്പൊ മറ്റ് മത്സരാർത്ഥികൾ എന്നൊക്കെ പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്ത് കണ്ടിട്ട് അങ്ങനെ ഒരു ഇന്നത്തെ ദിവസം തൂക്കിയല്ലോ എന്നുള്ള രീതിയിൽ അവിടെ കണ്ട് ആകെ ഇറിറ്റേറ്റ് ആയി നിൽക്കുന്നതൊക്കെ നമുക്ക് രാവിലെ തുടങ്ങിയ കാണാവുന്നൊരു കാര്യം തന്നെയാണ്. അനുമോൾ പറഞ്ഞ ഉറപ്പായിട്ടും നല്ല രീതിയിൽ തന്നെ ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വന്നിരിക്കുന്ന ഒരാൾ തന്നെയാണ്. അതായത് ഉറപ്പായിട്ടും അവർ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരായിട്ട് ഒരുപാട് പുറത്ത് ആൾക്കാർ ഉണ്ടെങ്കിൽ പോലും ഉറപ്പായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം, അതായത് നമുക്കറിയാം ഇവിടെ ഒരുപാട് മത്സരാർത്ഥികൾ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് പല ആൾക്കാർക്കും ഇത് എന്താണ് ഗെയിം എന്നോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് കളിക്കേണ്ടതോ അല്ലെങ്കിൽ എങ്ങനെയാണ് സ്ക്രീൻ സ്പേസ് പിടിച്ചെടുക്കേണ്ടതെന്നത് പോലും ഒരു വലിയ രീതിയിലൊരു ധാരണയില്ല, അല്ലെങ്കിൽ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് പോലും അറിയാൻ പാടാത്ത ഒരുപാട് ആൾക്കാർ ഉറപ്പായിട്ടും ഇതിനകത്ത് ഉണ്ടല്ലേ. പക്ഷെ അതിനകത്ത് നല്ല രീതിയിൽ കളിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്ക്രീൻ സ്പേസ് പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ അതെങ്ങനെ പിടിച്ചെടുക്കണം എന്നൊക്കെ അറിയാവുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഒരാൾ ഉറപ്പായിട്ടും അനുമോളാണല്ലേ. അനുമോളെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? ഒരു വിജയ സാധ്യതയൊക്കെ അനുമോളിൽ നിങ്ങൾ കാണുന്നുണ്ടോ?